ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ഗ്ലാസ്സോളം മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം, ആ സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് റവ കൂടി ചേർക്കുന്നുണ്ട്. വറുത്ത റവയൊന്നുമല്ല, വറുക്കാത്തതാണ്. പിന്നെ 2 നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ആ ഒരു സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഈ 2 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചിലപ്പോൾ നമുക്കിതിലേക്ക് പാൽ ചേർക്കേണ്ട ആവശ്യം വരില്ല, മുട്ട വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നന്നായിട്ടൊരു ഡോ ആയിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് പാൽ ചേർക്കേണ്ട. അല്ല ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ കുറച്ച് പാൽ ആദ്യം ഒരു സ്പൂണ് ചേർത്തിട്ട് നോക്കുക. ഞാനിവിടെ ഒരു 2 സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് ഇതിന് നനവ് വരും. അതുപോലെ തന്നെ മുട്ടയുടെ ആ ഒരു നനവൊക്കെ കാരണം നമുക്കിതിൽ നമുക്കിത് പാലൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അതും ഒഴിവാക്കാം. പിന്നെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാണ്ടില്ല. ഞാൻ കുറച്ച് പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മാവ് ലൂസാകും, കാരണം പഞ്ചസാര ഒന്ന് മെൽട്ട് ആവുമല്ലോ. അപ്പോൾ ഞാനിത് പഞ്ചസാര ചെറുതായിട്ടൊന്ന് തരിയായിട്ടുള്ള രീതിയിൽ കടിക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ മാവ് ലൂസാവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മൈദമാവ് ഇട്ടിട്ട് ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും, കണ്ടില്ലേ, ചപ്പാത്തിയൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് സൈഡ്സൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുക്കി കട്ടറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയാങ്കിളോ അല്ലെങ്കിൽ ഡയമണ്ട് അതുപോലെയുള്ള പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, അതുപോലെ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കനം പറഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എണ്ണയിൽ ഇടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് പരത്തിയിട്ട് ബാക്കിയുള്ള മാവ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. അതുപോലെ തന്നെ നമുക്കിത് ഒരാഴ്ചയൊക്കെ ഇത് സ്റ്റോർ ചെയ്യാനും പറ്റും. ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വെച്ചാൽ മതി. അപ്പോൾ എണ്ണയിൽ കിടന്ന് ഇതൊന്നങ്ങ് പൊങ്ങി വരും. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി പിന്നെ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലും ആ ഒരു രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ കോരി എടുക്കുകയാണെങ്കിൽ ഉൾഭാഗം ഒട്ടും വെന്തിട്ടുണ്ടാവില്ല. കുറച്ച് സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് മുകൾ ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടുക. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. അതുപോലെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ടില്ലേ, വ്യൂസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തത് കൊണ്ട് തന്നെ വ്യൂസിനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോസൊക്കെ. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടമെന്ന് നിങ്ങൾ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്